തറക്കല്ലിട്ട് 13 വർഷമായിട്ടും പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാതെ കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ്. നിലവിലുള്ള സൗകര്യം ഉപയോഗിച്ച് ആദ്യ ബാച്ച് MBBS വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കേണ്ട ആശുപത്രി ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിയമവ്യവഹാരങ്ങളുടെ കുരുക്കിൽപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയായിരുന്നുവെന്ന ന്യായവാദങ്ങൾ നിരത്തുമ്പോഴും ചികിത്സാ സൗകര്യം ലഭിക്കാതിരിക്കാൻ ജനങ്ങൾ എന്തു പിഴച്ചുവെന്ന ചോദ്യമാണ് ഉയരുന്നത്. ബഹുനില കെട്ടിടത്തിന് മുന്നിൽ ബോർഡിലുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ലഭിക്കുന്ന സേവനമാകട്ടെ OP വിഭാഗത്തിൻ്റേത് മാത്രം. ന്യൂറോ വിഭാഗം ഉൾപ്പെടെ ഡോക്ടർമാർ ഉണ്ടെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളൊന്നുമില്ല. കോവിഡ് കാലത്തുൾപ്പെടെ കാസർഗോഡിൻ്റെ ചികിത്സാ പരിമിതി ഏറെ ചർച്ചയായിരുന്നു. എന്നിട്ടും ആശുപത്രി കെട്ടിടം വേഗത്തിൽ പണി പൂർത്തിയാക്കി തുറന്നുകൊടുക്കാൻ അധികൃതർക്കായില്ല. അസ്ഥികൂടം കണക്കെ ആശുപത്രി ബ്ലോക്കിനുള്ള കെട്ടിടം എല്ലാത്തിനും സാക്ഷിയായി ഉക്കിനെടുക്കയിലുണ്ട്. ഇത് കാസർഗോട്ടെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. എത്രയോ ആളുകൾ ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും. OPയിൽ വന്ന് തിരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. അവർക്കൊരു കിടത്തി ചികിത്സ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ് സമരസമിതിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലെങ്കിലും വേഗത്തിൽ MBBS പഠനം ആരംഭിച്ചിട്ടുണ്ട്. 200 കിടക്കകളുള്ള ആശുപത്രി സൗകര്യം വേണമെന്നതിനാൽ അധികൃതർക്ക് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങളാണ് NMCക്ക് മുന്നിൽ കാണിക്കേണ്ടി വന്നത്. എത്ര കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് കാസർഗോട്ടുകാർ ഒരേ ശബ്ദത്തിൽ ഉന്നയിക്കുന്നത്. എൻഡോസൾഫാൻ മേഖല ഈ പ്രദേശത്തിൻ്റെ ആൾക്കാർ പാവപ്പെട്ടവരാണ്. അപ്പോൾ ഇങ്ങോട്ട് മംഗലാപുരം പോന്നു, ഇങ്ങോട്ട് പെരിയാരം പോന്നു. അപ്പോൾ നാട്ടുകാർ എന്ന നിലയ്ക്ക് ഇത് 10 വർഷമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടിയില്ല. ഇനിയെങ്കിലും നമുക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടണം എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര ഒരു നല്ല മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ മോശമാണ്. അതായത് കൊണ്ട് ഇനിയുള്ള ദിവസം ഈ പാവപ്പെട്ടവർക്ക് ഇതിൻ്റെ എല്ലാ സേവനവും കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്രവർത്തനം നടത്തണം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ OP വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഭരണവിഭാഗം കെട്ടിടത്തിലാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തെ പരിമിതികൾ മനസ്സിലാക്കി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. നിലവിൽ സിവിൽ ഇലക്ട്രിക്കൽ പ്രവൃത്തികളുടെ കരാർ ഉൾപ്പെടെ മാറ്റി നൽകിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖല എന്ന പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് കാസർഗോഡ് ഉക്കിനെടുക്കയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെട്ടത്. 10 വർഷം കഴിയുമ്പോഴും അതിൻ്റെ ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം അനന്തമായി നീളുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും അത് പൂർത്തിയായി തുറന്നു കൊടുക്കുമെന്നാണ് കാസർഗോഡുകാർ ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നത്. ഉക്കിനെടുക്കയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.